ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അതെൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് ലെമൺ ഡ്രിസിൽ കേക്ക്. കേക്ക് മൊത്തത്തിലെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ലെമൺ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ വീക്ക്നെസ് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ മറിയാസ് മെനുവിൽ കുറേ നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഒത്തിരി ലെമൺ കേക്ക്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈയിടെയും കൂടെ ഒരെണ്ണം പോസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലെമൺ കേക്കാണ് ഞാൻ ഏറ്റവും ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ലെമൺ കേക്ക്സിനോട് ഇത്രയധികം ഇഷ്ടം വരാൻ കാരണം വേണമെങ്കിൽ ഈ കേക്കാണെന്ന് പറയാം. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം നല്ലൊരു കേക്കാണ് അത്. നിങ്ങൾക്കിപ്പോൾ കേക്ക് ഇഷ്ടമാണ്, പ്ലെയിൻ കേക്ക്സ് ഇഷ്ടമാണ്, ലെമൺ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പിന്നെ ദർ ഇസ് നോ എക്സ്ക്യൂസ്, യു ഹാവ് ടു ട്രൈ ഇറ്റ്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. പിന്നില്ല, ഈ റെസിപ്പിയിൽ ഞാനിപ്പോൾ സെൽഫ് റൈസിങ് ഫ്ലവറും കാസ്റ്റ് ഷുഗറും ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നോട്ട് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതോർത്ത് ആരും ട്രൈ ചെയ്യാതെ ഇരിക്കേണ്ട. നിങ്ങൾക്ക് മൈദയും സാധാരണ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല അത് മാത്രം പറയണം, എനിക്ക് സഹിക്കുകയല്ല. കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ എന്തായാലും കഴിച്ചു നോക്കണം. എക്സൈറ്റ്മെന്റ് കാരണം ഉണ്ടാക്കുന്നതൊക്കെ വിട്ട് കഴിപ്പിന്റെ കാര്യത്തിലെത്തി പോട്ടെ. അപ്പൊ ആദ്യം ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. ലെമൺ ഡ്രിസിൽ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമേ തന്നെ ബട്ടർ. ഇത് ഒരു 125 grams ബട്ടർ ആട്ടോ. അൺസോൾട്ടഡ് ബട്ടർ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ച് തണുപ്പ് മാറ്റണം. ഇത് ആക്ച്വലി കുറച്ച് നേരം ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും കുറച്ച് നേരമായി. പിന്നെ ഇവിടെ ചൂടായത് കാരണം ബട്ടർ പെട്ടെന്ന് സോഫ്റ്റ് ആയിപ്പോയി. ഇത്രയും സോഫ്റ്റ് ആകണ്ട, ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ആയാൽ മതി. അപ്പോൾ 125 grams ബട്ടർ, പിന്നെ 175 grams സെൽഫ് റൈസിങ് ഫ്ലവർ. പക്ഷെ നിങ്ങൾക്ക് ഇത് പ്ലെയിൻ ഫ്ലവറും വെച്ചും ഉണ്ടാക്കാം. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ റെസിപ്പിയിൽ സൈറ്റിൽ നോട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്താൽ മതി. 175 grams സെൽഫ് റൈസിങ് ഫ്ലവർ. ഇത് കാസ്റ്റ് ഷുഗർ 175 grams. പിന്നെ 2 മുട്ടയും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റി റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. പിന്നെ 2 ലെമൺ, പിന്നെ ഒരു 50 grams റെഗുലർ ഷുഗർ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ഡ്രിസിൽ കേക്ക് ഉണ്ടാക്കാം. ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടറും 175 grams കാസ്റ്റർ ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊരു വലിയ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നല്ലൊരു വിസ്ക് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ബട്ടറും ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 3-4 minutes ഇത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവുന്ന വരെ മിക്സ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം, സൈഡിലിരിക്കുന്നതൊക്കെ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുട്ട ചേർക്കുക. അപ്പം നമ്മൾ 2 മുട്ടയാണ് ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഒറ്റയടിക്ക് ചേർക്കുകയല്ല. ആദ്യമേ മുട്ട നമ്മൾ 2 നന്നായിട്ട് വിസ്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് 1 tablespoon അറ്റ് എ ടൈം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആദ്യം 1 tablespoon മുട്ട ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓരോ പ്രാവശ്യം മുട്ട ചേർത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1 tablespoon മുട്ട നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പം അതിനുശേഷം നമ്മൾ 1 tablespoon ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, എന്നാലും കേക്കിന് വേണ്ടിയല്ലേ എന്ന് ഓർക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ 1 tablespoon ഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 tablespoon മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുട്ടയും മാവും തീരുന്നത് വരെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഈ മുട്ടയും മാവും നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കത്തില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പാറ്റുല വെച്ചിട്ട് ഈ സൈഡിലിരിക്കുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കണം കേട്ടോ. എഗ്സും ഫ്ലവറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇരിക്കുന്ന ബാറ്ററാണ് ഇത്. കണ്ടല്ലോ അല്ലെ നിങ്ങൾ, കുറച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ലെമണിൻ്റെ സെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ 1 ലെമണിൻ്റെ സെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ വൈറ്റ് പാർട്ട് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് വൈറ്റ് പാർട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ കേക്കിന് ഒരു കയ്പ്പ് വരും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ലെമൺ സെസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
സോ ലെമൺ ജസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് ആഡ് ചെയ്യുമ്പം അതിനകത്തെ കുരുവും നാരും എല്ലാം അരിച്ചിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഓൾറെഡി അരിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്റ്റിഫ് ബാറ്റർ. അപ്പം നമ്മൾ ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് കുറച്ച് ലൂസായിട്ട് വരും. സോ ലെമൺ ഡ്രിസിൽ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് ബാറ്റർ. നേരത്തെ നല്ല സ്റ്റിഫായിരുന്നു. ഇപ്പം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തപ്പോൾ ഒന്ന് കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് പാനിലോട്ട് മാറ്റാം. ഞാൻ 8 ഇഞ്ച് സ്ക്വയർ ടിൻ ആയിട്ടുള്ള ഒരു ബേക്കിംഗ് പാനാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യം ബട്ടർ വെച്ചൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിലും ഞാനൊന്ന് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ബാറ്റർ കേക്ക് ടിന്നകത്തോട്ട് മാറ്റി. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് ടിന്നിലോട്ട് ബാറ്റർ സ്പ്രെഡ് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പ്രീഹീറ്റഡ് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം ടെമ്പറേച്ചറിലാണ് ബേക്ക് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ സാധാരണ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യുന്നത് അവൻ. ഇനി ഒരു 25 to 30 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഒരു ചെറിയ സൈസ് ടിന്നാണ്, പക്ഷെ സെയിം ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നതെങ്കിൽ ബേക്കിംഗ് ടൈം ചിലപ്പോൾ കൂടുതൽ എടുക്കുമായിരിക്കും കേട്ടോ. എന്നാലും ഒരു 25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്ക്. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു 5 more മിനിറ്റ്സും കൂടെ. അപ്പോൾ 25 മിനിറ്റ്സ് കഴിയുമ്പോൾ കീപ്പ് എ ക്ലോസ് വാച്ച് റെഡി ആവാനായിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ അവനിലോട്ട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കണേ. ഇതൊന്ന് ലെവൽ ആവാനും പിന്നെ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനും കൂടി ആയിട്ടാണ്. അതിപ്പോൾ നമ്മൾ ഏത് കേക്ക് ആണെങ്കിലും അവന് വെക്കുന്നതിന് മുമ്പ് ഒന്ന് കൗണ്ടറിൽ ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം അവനകത്തോട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ലെമൺ ഡ്രിസിൽ കേക്കിൻ്റെ ടോപ്പിംഗ് റെഡിയാക്കാം. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കാണിച്ചപ്പോഴത്തേക്കും 2 ലെമൺ പറഞ്ഞില്ലായിരുന്നു. അതിലൊരു ലെമൺ അല്ലേ ഇപ്പം നമ്മൾ ബാറ്ററിന് യൂസ് ചെയ്തത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ലെമണിൻ്റെ സെസ്റ്റാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ അതിനകത്തൊരു 50 grams റെഗുലർ ഷുഗർ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ 50 grams ഒരു പകുതി നമുക്ക് ഈ ലെമൺ സെസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ 50 grams ഷുഗറിൻ്റെ പകുതി ഏകദേശം 25 grams ഈ ഒരു ലെമൺ സെസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണേ ലെമൺ സെസ്റ്റിൻ്റെ ജ്യൂസൊക്കെ ഈ ഷുഗറിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ലെമൺ ജസ്റ്റും പകുതി ഷുഗറും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കേക്ക് റെഡി ആയി കഴിയുമ്പം അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു സിറപ്പും കൂടെ ഉണ്ടാക്കണം കേക്കിൻ്റെ മുകളിൽ ഡ്രിസിൽ ചെയ്യാനായിട്ട്. എന്നാലല്ലേ ലെമൺ ഡ്രിസിൽ കേക്ക് ആവുള്ളൂ. ആ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന 25 grams ഷുഗർ ഇല്ലേ, ആ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യണേ. ഷുഗർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റും കൂടെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഒരു സിറപ്പി കൺസിസ്റ്റൻസി ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണേ. നമ്മുടെ സിറപ്പ് റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ഇനി കേക്ക് റെഡിയായി കഴിയുമ്പം അതിൻ്റെ മുകളിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നത്. ലെമൺ ഡ്രിസിൽ കേക്ക് ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഇപ്രാവശ്യം ജസ്റ്റ് 25 മിനിറ്റ്സിൽ കറക്റ്റ് 25 മിനിറ്റ്സിൽ കേക്ക് റെഡിയായി. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കേക്കിൽ ഒരു സ്ക്യൂറും ഉണ്ട്, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഫോക്കോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ കേക്ക് ഒന്ന് ഫുൾ പോക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയില്ലേ അത് ഒഴിക്കുമ്പം കേക്കിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ടാണ്. അപ്പം നമുക്കൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ടൊന്ന്, പേസ്ട്രി ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താലും മതി. ഷുഗർ സിറപ്പ് നമ്മൾ ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ലെമൺ സെസ്റ്റും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലായിരുന്നു, അത് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
സോ ലെമൺ ഡ്രിസിൽ കേക്ക് ഫൈനലി റെഡി ആയി. നമ്മൾ ഷുഗർ സിറപ്പ് ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ആ ലെമൺ സെസ്റ്റും ഷുഗറും കൂടെ ഉള്ള ടോപ്പിങ്ങും നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഒരു 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സിറപ്പ് എല്ലാം ഇറങ്ങി കേക്കിനുള്ളിൽ നന്നായിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കത്തുള്ളൂ. ഐഡിയലി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മുറിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്രയും ക്ഷമയൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ 15-20 മിനിറ്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. നമ്മൾ 15-20 ഏകദേശം ഞാനൊരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്ത് കേട്ടോ എങ്ങനെയൊക്കെയോ. അപ്പോൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞാനിത് സ്ലൈസ് ചെയ്തു. കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ബട്ടറി ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ലെമണി ഫ്ലേവറും ഉണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി ഓവർ ദ ടോപ്പ് അല്ല, കറക്റ്റ് ലെമണി ഫ്ലേവറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസും ഒക്കെ ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, താങ്ക് യു.